എന്തായാലും ഈ ഘട്ടമെങ്കിലെങ്കിലും സിനിമയിലെ മുൻനിര താരങ്ങളെങ്കിലും ഇക്കാര്യത്തിൽ പരസ്യ നിലപാടെടുത്തേ പറ്റൂ. അതാണ് ഘട്ടം. കാരണം പിടികൂടുന്നത് സിനിമയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. മലയാള സിനിമ ഒന്നടങ്കം പഴി കേൾക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിലപാടുകൾ ഉണ്ടാവണം. കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ കൊച്ചിയിലെ ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ലഹരി ഉപയോഗമാണ്. അതായത് ഫ്ളാറ്റുകൾ വാടകയ്ക്ക് എടുക്കുന്നത് പോലും ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണ്. ഈ ഫ്ളാറ്റിലേക്ക് ആളുകൾ വന്നു പോകുന്നു എന്നതാണ് സാഹചര്യം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിൽ നിന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഈ തസ്ലീമ സുൽത്താന അവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് സുപ്രധാനമായി സിനിമാ മേഖലയിലേക്ക് വീണ്ടും ഇതിൻ്റെ നീക്കങ്ങൾ എത്തുന്നത്. ഈ കൊച്ചിയിലെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ സമീർ താഹിറിൻ്റെ ഫ്ലാറ്റ് അടക്കം കേന്ദ്രീകരിച്ച് നിരന്തരമായി ലഹരി ഉപയോഗം നടക്കുന്നു. അതിനുവേണ്ടി മാത്രം എടുത്ത ഫ്ലാറ്റുകൾ അങ്ങനെയുണ്ട് എന്നതാണ് എക്സൈസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയാണോ? എന്താണ് ഇതിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ? എന്താണ് ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ? ശരണ്യ. സജിത്ത്, എറണാകുളം മറൈൻ ഡ്രൈവിലെ ലക്ഷറി ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി ഉപയോഗം വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് സമീർ ഉൾപ്പെടെയുള്ള ആളുകൾ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ എക്സൈസിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കാനാകുന്നത്. അതിൽ തന്നെ ഈ ഫ്ളാറ്റ്, മറൈൻ ഡ്രൈവിലെ ഈ ഫ്ളാറ്റ് ഉപയോഗിക്കുന്നത് ഒരു ആർക്ക് വേണമെങ്കിലും, അതായത് ചലച്ചിത്ര രംഗത്തുള്ള പ്രമുഖർക്ക് ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിന്റെ കീ അവിടെ കോമൺ ആയി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും, അതായത് ചലച്ചിത്ര രംഗത്ത് മുൻ ധാരണ പ്രകാരം ആർക്ക് വേണമെങ്കിലും ആ കീ ഉപയോഗിച്ച് ഫ്ളാറ്റിനകത്ത് പ്രവേശിക്കാം. അതിനകത്ത് വെച്ച് എന്ത് ലഹരി വേണമെങ്കിലും ഉപയോഗിക്കാനാകും. ലഹരി ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഫ്ളാറ്റ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. അതിൽ തന്നെ പല പ്രമുഖ, അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുകളല്ല, അതിനും അപ്പുറത്തേക്ക് സിനിമാ രംഗത്ത് പുതുതായി കടന്നു വരികയും പ്രമുഖ താരങ്ങളായി മാറുകയും ചെയ്തിട്ടുള്ള പല മുൻനിര നടന്മാരും ഈ ഫ്ളാറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ്. ഞായറാഴ്ചകൾ സ്ഥിരമായി ഇവർ വന്നു പോകാറുണ്ട് എന്നുള്ള വിവരവും നമുക്കിപ്പോൾ എക്സൈസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണുകളിലുള്ളത് ഈ പറഞ്ഞ ഷൈൻതും ചാക്കോയും ശ്രീനാഥ് ഫാസിയും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിലെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇട കൊണ്ട് കടന്നു വന്ന പ്രമുഖ താരങ്ങളായ പലരും അതിനകത്ത് ആ ഫ്ളാറ്റ് ഉപയോഗത്തിനായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ഇത്തരത്തിൽ ലഹരി സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമായി ആ സ്ഥലം മാറുന്നത് എന്നുള്ളതാണ്. മറൈൻ ഡ്രൈവിലെ ആ ലക്ഷറി ഫ്ളാറ്റിന്റെ അഡ്രസ് സഹിതം കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഈ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ പിടിയിലായ സമയത്ത് തന്നെ ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇത്രയും നാൾ ഈ സംഭവം, ഈ ഫ്ളാറ്റ് ഉണ്ടായിരുന്നതും. അങ്ങനെയായിരിക്കണം ഒരുപക്ഷെ ഈ പുതിയ ആളുകളിലേക്ക് ഈ കേസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം അത് ആർക്ക് വേണമെങ്കിലും, സിനിമാ രംഗത്തുള്ള പ്രമുഖർക്ക് ആർക്ക് വേണമെങ്കിലും ആ ഫ്ളാറ്റ് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഏത് ലഹരി വേണമെങ്കിലും അവിടെ എത്തിച്ചു നൽകുന്ന രീതിയിൽ ആ ഫ്ളാറ്റ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം എന്തായാലും എക്സൈസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്നവർ പ്രമുഖരാണ്. ഈ പറഞ്ഞ ശ്രീനാഥ് ഫാസിയോ ഷൈൻതും ചാക്കോയ്ക്കോ അപ്പുറത്തേക്കുള്ള പല പ്രമുഖ നടന്മാരും അവിടെ എത്തുന്നുണ്ടെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.